കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, ആരാധ്യരെ, നമ്മൾ ഇന്നലെ ആനയുടെയും പിന്നെ സുപ്രതീകൻ എന്ന പേരുള്ള ഭഗദത്തൻ്റെ ആനയും ഭീമസേനയും തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ചിത്രം വിചിത്രം വിചിത്രം വിചിത്രമേതത്ഭുതം അത്ഭുതം 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 തമ്പുകഴ്ത്തുന്ന ശബ്ദവും വാരുണൻ മത്തനായേറ്റ മലറുന്ന ശബ്ദവും ആരവാരങ്ങളും കോലാഹലങ്ങളും പോരാളി വീരർ നിലവിളി ഘോഷവും ഘോരഘോരം കേട്ടു ദുർനിമിത്തങ്ങളും പാരമായി കണ്ടു ഭയം പൂണ്ടു ഫൽഗുനൻ പാരാതെ പോകാവടക്കൂതിശെന്നു വാരിജലോചനൻ തന്നോട് ചൊല്ലിനാൻ തേരും തിരിച്ചടിച്ചിടിനാൻ മാധവൻ നേരെ തുടർന്നങ്ങടുത്താരിരുവരും പോരിലരികളെ വച്ചു പോവതു പോരാ മഹാരഥന്മാർക്കെന്നറിഞ്ഞാലും പോരായ്മയില്ലയോ പാർത്ഥനും കൃഷ്ണനും പോരിയിൽ എതിർത്തു തിരിഞ്ഞു നിന്നിടുവാൻ തമ്പറയും ത്രികർത്തരും ലേച്ഛരമെത്തുന്ന സംശപ്തകന്മാരെയും അവർ പിന്തുടർന്നാശു വരുന്നതു കണ്ട ബോധന്തമില്ലാതെ ശരവർഷവും ചെയ്തു പിന്തിർച്ച വന്ന ദിപുക്കളെയും വെന്നു ചെന്താമരാക്ഷനും ചെന്താമരാക്ഷനും കൃഷ്ണനും പാർത്ഥനും കാറ്റിനേക്കാൾ വേഗമോടു തേരോടിച്ചു കാറ്റൻ മകനും ഭഗദത്തനാനയും ഊറ്റമായി പോരിനായേറ്റ പടനിലത്തേറ്റ മുഴറ്റോടെ ചെല്ലുന്നതു കണ്ടുപോറ്റി വിളിച്ചു സുയോധനനാദിയാം നൂറ്റുപേരോടിനാർ പേടിയോടാകുലാലേറ്റു ഭഗദത്ത വീരനും പാർത്ഥനും കാറ്റിൻ മകനോടു കേവലമാനയും ഉണ്ടായ സങ്കരം കണ്ടു മഹാജനം കൊണ്ടാടി നിൽക്കുന്ന നേരം ഭഗദത്തൻ മാധവൻ തന്നെയും വാസവി തന്നെയും ബാധവരും വണ്ണമേതു പിളർന്നിതു കോപിച്ചു പാർത്ഥനും ബാണം പ്രയോഗിച്ചു ബാണം ചാപം മുറിച്ചതു കണ്ടു ഭഗദത്തൻ തെറ്റൊന്നു മറ്റുള്ളവരാരും അറിയാതെ മറ്റൊരു വില്ലും എടുത്തടുത്തിയിടിനാൻ നാരായണാസ്ത്രമെടുത്ത് അഭിമന്ത്രിച്ചു പാരാതയച്ചാൻ കിരീടിയെ കൊല്ലുവാൻ പാരെ മെരിഞ്ഞണയുന്ന ശരം കണ്ടു നാരായണൻ മെയ്യിലേറ്റുകൊണ്ടിടിനൻ ഭൂഷണമായതു കൃഷ്ണൻ അതു കണ്ടു ഭാഷണമായതു മറ്റുള്ളവർക്കെല്ലാം ഉൽപ്പക്കു മാധവനേറ്റു തടുക്കയാൽ ദുർബലൻ താനെന്ന് കൽപ്പിച്ചു ഫൽഗുനൻ ചെറ്റു കോപിച്ചതു കണ്ടു ദാമോദരൻ കുറ്റമില്ലെന്നു പറഞ്ഞു ബോധിപ്പിച്ചു. അന്നേരം ആനയും ഭീമനെ കൈകൊണ്ടു നന്നായെടുത്തു മേൽപോട്ടെറിഞ്ഞിട്ടുടൻ വീഴുന്ന നേരത്തു വാരണം കുത്തിയും ഭീഷണൻ ഭീമനുരുണ്ടു കളകയും അഭ്രമുകാന്ത സമപ്രാണനായ ഒരു സുപ്രതീക പ്രകോപ ഭ്രമക്ഷേപണാലുൾപ്പൂവിലോർത്താൻ ജഗൽപ്രാണപുത്രനും ചിൽപുരുഷൻ ചരണോൽപ്പലയുഗ്മവും പിന്നെയും പിന്നെയും തങ്ങളിൽ ഇങ്ങനെ ഖിന്നതയോടെ പൊരുതോരനന്തരം കുത്തുകൊള്ളാഞ്ഞു കോപിച്ചു മതകരി എത്തിപ്പിടിച്ചു മേൽപോട്ടെറിഞ്ഞിടാൻ കൊമ്പുതന്മേൽ വന്നു വീഴുവാനായിട്ട് കൊമ്പും ഉയർത്തി നിന്നാൻ അത് കണ്ടിട്ട് സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൻ മുമ്പർക്കൊണ്ടനുടൻ നന്ദനൻ അർജുനൻ വാരണവീരൻ തലേറ്റു വില്ലറ്റു വീരൻ ഭഗദത്തൻ തന്റെ ശിരസ്സിട്ടു നാലാമത് ആനതൻ വാലു മരിഞ്ഞിട്ടു കോലാഹലത്തോടു പോയി തൂബാണവും നീലാമല പോലെ വൻകരി വീണിതു ചാലവേ ചാരേ ഭഗദത്ത വീരനും ഭീമൻ അതിന്മീതെ വന്നു വീണിടനൻ പൂമഴ പെയ്താരമരരും അന്നേരം ആശ്ചര്യപ്പെട്ടു കണ്ടു നിന്നോർകളും പാച്ചിൽ പിടിച്ചിതു ശേഷിച്ച സൈന്യവും മായകൾ കാട്ടിപ്പൊരൂത ശകുനിയും മായാമയ സഖിയാകിയ പാർത്ഥനും ചൂതല്ലിതു നല്ല പോരെന്നറിയുക നീ പോർതിരി നില്ലെന്നടുത്തിടാൻ വില്ലും കുടയും കൊടിയും കുതിരയും ചൊല്ലിക്കൊണ്ടേതു കളഞ്ഞാൻ ധനഞ്ജയൻ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആ ഭഗദത്തൻ്റെ ആനയും 1000 ആനയുടെ ശക്തിയുള്ള ആനയും ഈ ഭീമസേനനും തമ്മിലാണ് യുദ്ധം. ഭഗദത്തനുണ്ട്. അപ്പം ഭീമസേനൻ ഭഗവാനെ ഓർത്തൊന്നേരം എന്തൊക്കെയോ ദുർനിമിത്തം കാണിച്ചിട്ട് അർജുനൻ പറഞ്ഞു അങ്ങോട്ട് പോകാം ഭഗവാനെ, അങ്ങോട്ട് പോകാം. അപ്പം മറ്റേവര് ഇവരെ തടുത്തു കൊണ്ടുപോകാൻ നോക്കിയവർ പറഞ്ഞു എന്തെന്ന് യുദ്ധത്തിൻ്റെ ഇടക്ക് മാറിപ്പോന്ന് പറഞ്ഞു. അവർ പിറകെ വരുന്നു. അപ്പം അവരൊക്കെ തോൽപ്പിച്ച് ഇവിടത്തേക്ക് എത്തി രണ്ടുപേരും. അപ്പോഴത്തേക്ക് ആന എന്ത് ചെയ്തു, കുത്തുകൊള്ളാഞ്ഞിട്ട് ഈ പിന്നെ ഭീമനെ എടുത്ത് മേലോട്ട് എറിഞ്ഞിട്ട് കൊമ്പ് മേലോട്ടാക്കി നിൽക്കുന്നു തുമ്പികൈ ഇതിൽ വീഴാൻ വേണ്ടിയിട്ട്. തുമ്പിക്കൈയിൽ കൊമ്പ് ആനയുടെ കൊമ്പിൽ വന്ന് വീണാൽ പിന്നെ വിശേഷമായില്ലേ.
എൻ്റെ അപ്പ ആനക്കും കൂടെ ഉണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാനുള്ള സാമർഥ്യം. അങ്ങനെ നിൽക്കുന്നു. അതിനു മുമ്പേ ഈ മറ്റേ ഭഗദത്തൻ എന്ത് ചെയ്തു, ഒരു നാരായണാസ്ത്രം എടുത്തിട്ട് വേറൊരു വില്ലെടുത്ത് അതിൽ നാരായണാസ്ത്രം എടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ട് അങ്ങ് അയച്ചു കൊടുത്തു കിരീടിനെ കൊല്ലാൻ, അർജുനെ കൊല്ലാൻ. അപ്പം ഭഗവാൻ അത് മാറിലങ്ങേറ്റു ആ അമ്പ്. അപ്പോൾ എല്ലാവർക്കും അത് ഭഗവാനൊരു ഭൂഷണമായി എന്നാണ് പറയുന്നത്. അപ്പം മറ്റുള്ളവർ അത് പറയലായി എല്ലാവരും. അതൊരത്ഭുതമല്ലേ. അതിനിടക്കാണ് ഈ ഭീമനെ എടുത്തിട്ട് മേലോട്ട് എറിഞ്ഞിട്ട് നോക്കി നിൽക്കുമ്പം വിചാരിച്ചു ഏതായാലും പോക്കന്നെ എൻ്റെ കാര്യം എന്ന് വിചാരിക്കുന്നു ആര്, ഈ ഭീമസേനൻ. അപ്പോൾ അങ്ങനെ വിടുവോ ഭഗവാൻ? നേരം വേഗം പിന്നെ ഒരമ്പ് അയച്ചു അർജുനൻ. ആ അമ്പ് പോയിട്ട് എന്താക്കി വെച്ചാൽ വാരണവീരൻ തലേറ്റു, ഇല്ലറ്റു വീരൻ ഭഗതത്തൻ തൻ്റെ ശിരസ്സറ്റു, നാലാമത് ആനന്ദൻ പാലവും അരിഞ്ഞിട്ട് കോലാഹലത്തോട് പോയി ധൂവാണവും. ഈ 4 ആൾക്കാർ ഒരേ സമയത്ത് ഈ അമ്പിൻ്റെ കൊണ്ട് ഉപയോഗപ്പെടുത്തി അർജുനൻ. എന്നിട്ട് ആ ആനയുടെ മേക്കന്നെ വന്നിട്ട് വീണു അരി ഭീമസേനൻ. അപ്പം ദേവന്മാർ പൂമഴ പെയ്തു. അപ്പം പിന്നെ ഈ ദുഷ്ടനായ കാർണൂറുണ്ടല്ലോ, ദുര്യോധൻ്റെ കാർണൂർ, ആ ശകുനി, അദ്ദേഹം അർജുനോട് ഏറ്റു. പറഞ്ഞത് ചൂതല്ലാട്ടോ ആയത് യുദ്ധാന്ന് പറയുന്ന അർജുനൻ. തെക്കേ തലക്കാല തീർത്തായതുക്കളും ദക്ഷന്മാരാകും ത്രികർത്താതി വീരരും പാണ്ഡവസേനയോടെ ഏറ്റു തോറ്റിയിടിനാൻ. താണ്ഡവം പോലെ ചമഞ്ഞിതു യുദ്ധവും ദ്രോണാത്മജനണിഞ്ഞേതാനതു നേരം ബാണഗണം വരിഷിച്ചിതു പാർത്ഥനും കമ്പങ്ങളൊന്നൊരു വൻപടക്കെട്ടുപോയി. വമ്പനാൻ കർണന്റെ പിമ്പിലായിടനാൻ കർണനും പാർത്ഥനും തമ്മിൽ എതിർത്തപ്പോൾ കർണാത്മജന്മാരെ കൊന്നിതു പാണ്ഡവർ. അർണവം തന്നിൽ മറഞ്ഞിതു സൂര്യനും കർണാദികൾ തോറ്റു കൈനിലയും പൊക്കാർ ദുഃഖിച്ചു വന്നു. ഗുരുവരൻ തന്നെ തൃക്കാൽക്കൽ വീണു ദുര്യോധന നൃപൻ. ബന്ധുക്കളായ ഭഗദത്തനാദികൾ അന്തകൻ വീടു പൊക്കിയിടുന്നാർ പോരിലെ കോപം ഭവാനുള്ളിലുണ്ടായതില്ലേതും താപവുമില്ലെങ്കിൽ ഇങ്ങനെ വന്നിടായുധം പരുഷം പറഞ്ഞ സുയോധനൻ അത്തൽ പോവാൻ ഗുരുവീരനരു ചെയ്തു. നാരായണനും നരനാം വിജയനും പോരിൻ ഒരുമിച്ചെതിർത്താൽ അവരോട് പോരിന് പിന്നെ എതിർക്കുന്നതാരടോ പോരും. പരുഷം പറഞ്ഞതു നീ വൃഥ പാരമകറ്റുക പ്രാർത്ഥനയെങ്കിലോ നേരെ വരുവോരെ നിഗ്രഹിച്ചിടുവൻ. നാളെ ഞാൻ 3-1 ചെയ്തിടുവൻ. നാളെ കലോചനൻ പാദങ്ങൾ തന്നാണ് ആഹവത്തിനൊരു കാണിയപ്പെടുതാതെ വ്യൂഹമിളക്കാതെ നിർത്തിയിടുവനല്ലോ അസ്തമിപ്പോളവുമെന്നാൽ അവർക്ക് പൃഥ്വിക്ക് അവകാശമില്ലെന്നതും വരും. ശത്രുക്കൾ സൈനിക വ്യൂഹമിളകാതെ അസ്തമിപ്പോളവും നിന്നു എന്നാകലോ ചോദ്യത്തിനായി കൊണ്ടുവന്നവൻ തോറ്റൂതെന്നാദ്യമായി ഇടുന്ന ധർമ്മം സനാതനം അല്ലായിലോ നൃപൻ തന്നെ ബന്ധിച്ചു. ഞാനില്ല അവകാശമെന്നും വരുത്തിയിടുവൻ രണ്ടും വരായിലോ പിന്നെ 3-ാമതുമുണ്ടെന്നത് എന്തെന്നു കേൾനി. സുയോധന കൂട്ടുവൻ പങ്കജവ്യൂഹമെന്നാൽ അതിൽ കൂട്ടമിളക്കുന്നവന് ഞാൻ കൊല്ലുവെന്നെങ്കിൽ ത്രികർത്താദികൾ ചെന്നു പ്രാർത്ഥനയെ പങ്കജലോചനോടോ അകറ്റണം സന്ദേഹമില്ലതിനെന്നവർ തങ്ങളും സന്നാഹമോട് ഋഷസ്വിനു പുറപ്പെട്ടാർ പ്രാർത്ഥനും പങ്കജനേത്രനും. വൈര്യകളാർത്തത് കേട്ടു തേരേറി പുറപ്പെട്ടു സംശപ്തകന്മാരുമോടിനാർ തെക്കോട്ടു. സംശയമെന്നീയെടുത്തി ധൂപാർത്ഥനും ഇങ്ങു പത്മവ്യൂഹവും ചമച്ചാചാര്യൻ എങ്ങും ഇളകാതെ വൻപട നിർത്തിനാൻ. ഏറ്റുപൊരുതോരു നേരത്തു പാണ്ഡവർ തോറ്റതു കണ്ടു യുധിഷ്ഠിരൻ ചൊല്ലിനൻ മാധവൻ തന്റെ മരുമകനാകിയ വാസവനന്ദനപുത്രൻ അഭിമന്യു മാധവ ഫൽഗുനന്മാരോട് തുല്യനൻ ബാധകളവൻ. അവൻ മതിയായി വരും വ്യൂഹം വിഷമമായുള്ളൊന്നതിൽ പൊക്കു സാഹസത്തോടെ പടയിളക്കിയിടുവാനാഹവത്തിങ്കൽ ചതുരനാകും മേഘവാഹനനന്ദരൻ ദൂരെയകപ്പെട്ടു. വീരാകുമാരനു നേരായ ശൂര സുഭദ്രാത്മജ ശുഭമന്ദിര പോരിനാചാര്യൻ വിളിച്ചു നിൽക്കുന്നതിൽ പോരായ്മയുണ്ണീ നമുക്ക് വരും. തുലം പാർത്ഥനു തുല്യനായുള്ള നീയാകിലെന്നാർത്തി കടുക്ക ജയിക്കാരി പൂക്കളെ നീ ഒഴിഞ്ഞാരെയും കണ്ടീല മറ്റിനിപ്പോ ഇത് കൃഷ്ണനും പാർത്ഥനും ദൂരവേ. ധർമ്മജൻ ചൊന്നത് കേട്ടിട്ട് അഭിമന്യു ധർമ്മജൻ തന്നെ തൊഴുതു ചൊല്ലിയിടിനാൻ. ഇന്നടിയന്നു തന്നെ ജയിക്കാവതോ മന്നവാ മാറ്റല രൂറ്റരായുള്ളവർ ഠം പറഞ്ഞു സുഭദ്രാത്മജനോട് ചിത്തം തെളിഞ്ഞു. ധർമാത്മജൻ ചൊല്ലിനാൻ ഭീമനും ദ്രൗപദി തന്നെ മക്കളും ഭീമാത്മജനാം ഘടോൽക്കജ വീരനും കേകന്മാരും മറ്റുള്ള പടയുമായി പോക നീ തേരു നടത്തും സുമിത്രനും. അപ്പം ഈ ദ്രോണാചാര്യ കുറച്ച് ശപഥോലം ചെയ്തു.
ഒന്നിക്കൽ ഞാൻ ധർമ്മപുത്രരെ പിടിച്ചിട്ട് നിൻ്റെ കെട്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ വ്യൂഹം പങ്കജവ്യൂഹം പത്മവ്യൂഹം ചമയ്ക്കും ഞാൻ, അത് തകർക്കുന്നവനെ ഞാൻ കൊല്ലും. അല്ലെങ്കിൽ വ്യൂഹം ആരും കളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ രാജ്യത്തിന് അവകാശമില്ലാന്ന് അങ്ങനെ ഒരു നിയമമുണ്ട്. ഈ മൂന്നിലൊരു കാര്യം ഞാൻ നാളെ ചെയ്യും, നീ പേടിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇവരെ എവിടെയോ സംശപ്തകന്മാർ വീണ്ടും ദൂരം കൊണ്ടുപോയി അർജുനനെയും ഭഗവാനെയും. അപ്പോൾ ഇദ്ദേഹത്തിന് പേടിയാവുന്നു. ആർക്ക്? ഈ വ്യൂഹം ഇളക്കണ്ടേ, അതിന് കഴിവുള്ള ആൾ വേണ്ടേ. എന്നിട്ട് ഈ ധർമ്മപുത്രർ പറയുന്നു കുഞ്ഞോട്, ഈ മോനോട് പറയുന്നു, മോനെ പിന്നെ നാന്ന് വീരാകുമാര കുമാരനും നേരായ ശൂര. കുമാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി, അത്രയും കയ്യൂക്കില്ല ആളാണ് ഈ അഭിമന്യു. നീ ഒന്ന് പോടും മോനെ, നീ അർജുനന് തുല്യം തന്നെയല്ലേ, നീ പോയാൽ നിനക്ക് ആവൂലോ. അന്നേരം ആ കുഞ്ഞ് പറയുന്നു 16 വയസ്സേ ആയിട്ടുള്ളൂ, അത് ഓർമ്മിക്കണം. വെറും 16 വയസ്സ്, 16ാമത്തെ വയസ്സ് തികയുന്ന ദിവസം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രൻ കൊടുത്തിന് ഭഗവാന്. ഭൂമിയിൽ ഇവർ ദേവാംശവും കുറേ ആൾക്കാർ അസുരാംശമാണല്ലോ, ആ ദേവാംശത്തിലുണ്ട്. ചന്ദ്രൻ്റെ മോനാണ് ഈ അഭിമന്യു. ഇപ്പം ചോദിച്ച സമയത്ത് തരാനാവില്ല. അന്നേരം പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, ഞാനല്ലേ ചോദിക്കുന്നാലും ഭഗവാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് 16 വയസ്സ് തികയുന്നെന്ന് തിരിച്ചു തരുമോ? എന്നാൽ ഞാൻ തരാം. അങ്ങനെ അത് ഭഗവാൻ മനസ്സിലോർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ദൂരം പോയിന്. ഇന്നെ തിരിച്ചു കൊടുക്കണം. ഇന്ന് 16 വയസ്സ് തികയുന്ന ദിവസമാണ് കുഞ്ഞിക്ക്, അഭിമന്യുവിന്. അങ്ങനെ പറഞ്ഞു, വരും മോനെ നിൻ്റെ കൂടെ ഭീമൻ വരും, ദ്രൗപദിയുടെ 5 മക്കളും വരും, ഘടോൽക്കജൻ വരും, കുറേ ആൾക്കാർ വരും മോനെ. പിന്നെ സുമിത്രൻ തന്നെ തേര് നടത്തും, നീ പോണമെന്ന് പറഞ്ഞു. സൂതനായുള്ള സുമിത്രൻ അത് നേരം നീതിയിൽ സൗഭദ്രനോട് ചൊല്ലി, ദ്രോണരും വീരനാം ദ്രോണിയും കർണനും പ്രാണഭയം കുറയും കൃപർ ഭോജനും മറ്റും മഹാരഥന്മാരായ വൈരികൾ കുറ്റമുഴഞ്ഞു. പോർ ചെയ്യുന്ന നേരത്തു മുറ്റാതെ ബാലനായുള്ളോരു നിന്നാലേ മുറ്റം ജയിപ്പാൻ പണിയെന്നറിഞ്ഞാലും എന്നു സുമിത്രനാം സാരഥി ചൊന്നതു നിന്ന സുഭദ്രാത്മജൻ കേട്ടു ചൊല്ലിന, ഞാൻ അതിബാലന ശക്തനെന്നാകിലും മാനിയാമെന്നുടെ താതനെയോർക്ക നീ. പിന്നെ പിതാവ് തന്നെ അഗ്രജൻ മാരുതി സന്നദ്ധനായ ഘടോൽക്കജൻ ഭ്രാതാവും മാതുലനായതു മാധവൻ എന്നല്ല വാസവൻ മുത്തച്ഛനായതറിഞ്ഞാലും ഞാനൊരുത്തൻ പിടിയാതവനെങ്കിലും പ്രാണൻ കളവതിനായി മതിയായി വരും. പിന്നെ പരിഭവിച്ചിടുവാൻ ആളുകൾ എന്നെ കുറിച്ചവരുണ്ടെന്നറിക നീ എന്നതല്ലായവർ കാരുണ്യമുണ്ടെങ്കിൽ ഇന്നു സമസ്തരെയും ജയിച്ചിടുവാൻ പുറപ്പെടുകെന്നു പാർത്ഥാത്മജൻ വേഗേന. തേരിൽ കരേറിനൻ വില്ലുമായി പാണ്ഡവസേനയും ചെന്നതു പിന്നാലെ. ഗാണ്ഡീവസന്യാവുതന്മകൻ തന്നോടും ശൂലം മുസലം പരിഖവും ചക്രവും വേലോട് വെൺമഴു കുന്തം കഥകളും തുള്ളും മുനയോടിളകും ചുരികകളുള്ളം നടുങ്ങും കടുത്തില വാളുകൾ മിന്നി പരീജകൾ വില്ലും ശരങ്ങളും തൂണീരമോടു കവചം ഉഷ്ണീഷവും തൂണിയും പൂണ്ടു ശോഭിച്ച യോദ്ധാക്കളും കല്ലും കവണിയും നല്ല വെടികളും കയ്യിലെടുത്തുള്ള കാഴ്ചപ്പടകളും പായും കുതിരകൾ കൂട്ടി നാനാവിധമായുധമൊക്കെ നിറച്ചുള്ള തേരുകൾ തോയാകരം അലറിയിടുന്നതുപോലെ വായുവേഗേന പരന്നു കാണായി വന്നു പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തള്ളി നടക്കുന്ന വെള്ളക്കുതിരകൾ മുമ്പിൽ കുതിക്കുന്ന കാലാൾപ്പടകളും വൻപോടലേറും പടകവും ഭേരിയും വൻകടൽ പോലെ പരഞ്ഞതു വൻപട ഹുങ്കാരമോടും അടുക്കുന്നതു നേരം ദിക്കുകളൊക്കെ മറിഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും വില്ലാളി വീരനാം ദ്രോണരതു കണ്ടുന്നില്ല പട നമുക്കെന്നുറച്ചിടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടിത് കാണുക നല്ല വരവു ഭയങ്കരം എത്രയും എല്ലാവരും ഉറപ്പിച്ചു നിന്നിടുവിൻ. നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ, വല്ലാതെ ധൂളിപ്പടകൾ അകറ്റുവിൻ, വല്ലഭമുള്ളവർ ഒന്നിച്ചുകൂടുവിൻ. ഇത്തരം ചൊല്ലി ഉറച്ചു ഭരദ്വാജപുത്രനാം ദ്രോണരൊരുമിച്ചു നിർത്തിനാൻ. ഇപ്പോഴിങ്ങനെ പറഞ്ഞു. അന്നേരം ഈ തേരാളിക്കും കൂടി സങ്കടമാണ്. അത്ര രോമനത്തുള്ള കുട്ടിയാന്ന് അഭിമന്യു പറഞ്ഞാൽ. എന്തായാലും ഭഗവാന്റെ മരുമോനല്ലേ, ആ സൗന്ദര്യം മുഴുവനും ഉണ്ട് കുഞ്ഞിക്ക്. അർജുനൻ്റെ മോനുമല്ലേ, അർജുനന് മോശമല്ലല്ല. അതുപോലെയല്ലേ കയ്യൂക്കും ഉണ്ട്, നല്ല ഗംഭീരപ്പെട്ട ആളാണ്. എന്നിട്ടും ആ ഓമനത്വം കണ്ടിട്ട് പറയുന്നു സുമിത്രൻ, ഇത്ര ആവുമോ മോനെ, ഇത്രയും വലിയ 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 ആൾക്കാർ അപ്പുറം ഉണ്ടാകുമ്പം ആവോ ഉണ്ണിക്കാവൂലെന്ന് പറയുന്നു. അന്നേരമാണ് ഉണ്ണി പറയുന്നത്,
ഞാനതിബാലൻ അശക്തനെന്നാകിലും മാനിയാം എന്നുടെ താതനെ ഓർക്കുന്ന എൻ്റെ അച്ഛനെ ആലോചിക്ക്, എൻ്റെ വല്യച്ഛൻ ആ ഭീമസേനൻ അതാലോചിക്ക്, വല്യച്ഛൻ്റെ മോൻ കടോൽക്കജൻ അതാലോചിക്ക്, എൻ്റെ അമ്മാവനാര് മൂന്ന് ലോകത്തിന് മൂലമായിട്ടുള്ള ആ മാധവനല്ലേ എൻ്റെ അമ്മാവൻ. പിന്നീട് മുത്തച്ഛനായതാരി വാസവൻ, അതായത് ദേവേന്ദ്രൻ. ഞാനെടുത്തൻ ഒന്നിനും കൊള്ളാത്ത ആളാണെങ്കിലും മരിക്കാൻ മതിയാവൂലേ. അപ്പം ആ ഒരു കാരണം കൊണ്ട് അവരുണ്ടാവുമല്ലോ പരിഭവിക്കാൻ എന്നെല്ലാം നീ കുഞ്ഞ് പറയുന്നു. ചാവാൻ മതിയാവും ഞാൻ. എൻ്റെ അമ്മയെ അതൊരു അറമ്പറ്റിയ വാക്കും പറഞ്ഞിട്ടാണ് പോന്നു. അല്ലെങ്കിൽ ഇവരെല്ലാവരും കാരുണ്യം ഉണ്ടെങ്കിൽ ജയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോന്നു. ആ പോന്നെ ആ കോലാഹലാന്ന് ഇപ്പോൾ കേട്ടതെല്ലാം. മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ തൂകിത്തുടങ്ങി ശരങ്ങൾ അതു നേരം മെയ്തെയ്തടുത്തടുത്ത് അർജുനനന്ദൻ ചൈതന്യമുള്ള ജനത്തെ ഒടുക്കിനാൻ ശക്തരായുള്ളവരെത്തി തുടഞ്ചത്തും മുറിച്ചു തുടങ്ങിനാൻ. മെല്ലെ മെല്ലെ ക്രമത്താലെ ഇതടുത്തടുത്തല്ലൽ മറുതലയ്ക്കുണ്ടെന്നു കണ്ടപ്പോൾ ആർത്തു പത്മവ്യൂഹമൂക്കോട് ഭേദിച്ചു പാർത്ഥാത്മജൻ കരയേറിനാൻ. കൂട്ടത്തിൽ ചിഹ്നിച്ചമഞ്ഞിതു കൗരവ സൈന്യവും ഛിന്നമായി വന്നിതു കാലിങ്കരങ്ങളും ഛന്നമായി വന്നിതു ഭാസ്കര ബിംബവും ഖിന്നമായി വന്നിത് ആചാര്യനു ചിത്തവും സന്നമായി വന്നിത് അനേകായിരം പടധന്യമാരായി വന്നിത് അപ്സര സ്ത്രീകളും ധന്യായുള്ള അഭിമന്യു ശരങ്ങൾ അമന്യു മുഴുത്തരി മന്നേരൊഴിക്കയും ചങ്ങാതി വീഴതു കണ്ടു തൊഴിക്കയും തങ്ങളിൽ പാരം പഴിക്കയും ബാണം പൊഴിക്കയും കാണി കഴിക്കയും ചോരപ്പുഴകൾ പല വയൊലിക്കയും വാരിയും കൂടിച്ചു വക്കയും പോരിൽ നടുക്കമോട് ഓടിക്കഴിക്കയും നാരി ജനമത കൊണ്ടു തൊഴിക്കയും നാരദൻ കൗതുകം പൂണ്ടു ചിരിക്കയും നാരായണ നമോ എന്നോ ജപിക്കയും നില്ലെന്നോ പറഞ്ഞങ്ങടുക്കയും നല്ല ശൂരന്മാർ തിരിഞ്ഞു മരിക്കയും ആകാശമൊക്കെ വിമാനം മറക്കയും ജാകാതവർ പാഞ്ഞുപോയങ്ങൊളിക്കയും തമ്മിൽ പിരിഞ്ഞു കാണാഞ്ഞു വിളിക്കയും കർമ്മപ്പിഴയെന്നു കണ്ണീരൊലിക്കയും മാനകൾ കൈകാൽ പിടഞ്ഞു കിടക്കയും കാണികൾ കണ്ടേറ്റാ മറക്കയും കൂളികൾ കൂട്ടമിട്ടാർത്തു കളിക്കയും കാളിരുധീരം കുടിച്ചു വിളക്കയും ചക്രങ്ങൾ കൊണ്ടു കഴുത്തു ഉദരിക്കയും വിക്രമമുള്ളവർ വെട്ടിയെടുക്കയും വിഖ്യാതരായവർ നോക്കിത്തെടുക്കയും ഉൾക്കരുത്തുള്ളവരേറ്റം നടിക്കയും ഭീമൻ ഗത കൊണ്ടു പാരം അടിക്കയും ഭീമഗജങ്ങളെയൊക്കെ തകർക്കയും വാജികളെ കൊല ചെയ്തു മുടിക്കയും വാശി പറകയും ആർത്തു വിളിക്കയും വൻപടക്കൂട്ടത്തിൽ അൻപോട് ബുക്ക് കൊണ്ടുമ്പർഗോൻ തന്നെ നന്ദനൻ കമ്പം വരുത്തിച്ചമച്ചൊരു നേരത്തു തുമ്പം കലർന്നു ദുര്യോധന നൃപന്നാചാര്യനും അരജന്മാരും ഒന്നിച്ചു കൂസാതെ നിന്നു പോർ ചെയ്യുന്ന നേരത്തു സൗമിത്ര രാവണിയോട് ചെല്ലും വണ്ണം സൗഭദ്രനാർത്ഥങ്ങടുത്താനതു നേരം കെട്ടു തിരിച്ചിതു വൻപട തൽക്ഷണേ പെട്ടെന്നു ശല്യാനുജൻ തിരിഞ്ഞിടനൻ വാട്ടമില്ലാതെ പാർത്ഥാത്മജൻ അന്തകൻ വീട്ടിലിരിക്ക നീ എന്നയച്ചിടനൻ വിശ്വാസം ഉൾക്കൊണ്ടതു കണ്ട നേരത്തു ദുശാസനനും ദുര്യോധനൻ താനും കൊല്ലുക വൈകാതിവനെ നന്നേരം ചൊല്ലി അടുക്കുന്നതു കണ്ട് അഭിമന്യു നില്ലുന്നില്ലാക്കുന്ന പ്രതികുലാധമാ ശല്യാനുജന്നു തുണയച്ചിടുവൻ പാഞ്ചാലിയെ സഭയിങ്കെന്ന് നീ പണ്ട് പൂഞ്ചായാൽ ചുറ്റിയഴിച്ചിലയോ ചൊല്ലു കൊല്ലുവാൻ ഭീമൻ പ്രതിജ്ഞ ചെയ്തിടിനാൽ വല്ലായ്മയായി വരും നിന്നെ ഞാൻ കൊല്ലുകില്ലെന്നു പറഞ്ഞു ശരങ്ങൾ തൂക്കുന്നവ ചെന്നു തറച്ചതു കൊണ്ട് ദുശാസനൻ തന്നോട് സാരഥി തേരുവും ഒഴിച്ചുകൊണ്ട് ഇന്നല്ലിതിനെന്ന് കൊണ്ടുപോയിടിനാൻ. അപ്പോൾ തിരിഞ്ഞിതു കർണാനവനോട് കൽപ്പോടെടുത്തു പോർ ചെയ്ത ആനഭിമന്യുവില്ലും കൊടിയും കുടയും കുതിരയും ചൊല്ലിക്കൊണ്ടേതു മുറിച്ചാനതു നേരം ഓടിനാൻ പേടിയോടാകുലാൽ കർണനും ഓടാതെ നെല്ലുന്നെല്ലെന്ന് അഭിമന്യുവും ആലില പോലെ വിറച്ചരിവാഹിനി ചാലെ തിരിച്ചു നടന്നാനതു നേരം ശങ്കരൻ തന്റെ വരപ്രസാദത്തിനാൽ ശങ്ക കൂടാതെ ഇതടുത്താൻ ജയദ്രഥൻ. പണ്ടു വനത്തിങ്കൽ നിന്നു പാഞ്ചാലിയെ കൊണ്ടുപോവാൻ തുനിഞ്ഞൊരു ജയദ്രഥൻ മണ്ടുന്ന നേരത്തു മാരുതനന്ദനൻ മണ്ടി അണഞ്ഞു പിടിച്ചവൻ തന്നെ കണ്ഠം മുറിപ്പാൻ തുടങ്ങുന്ന നേരത്തു കണ്ടു നിന്നൊരു ധർമാത്മജൻ ചൊല്ലിനൻ കൊല്ലാതെ നാണം കെടുത്തയപ്പാൻ അതിനല്ലൽ പൂണ്ടാശു ജയദ്രഥൻ. പാർവതി വല്ലഭൻ തന്നെ തപസ്സു ചെയ്തിടിനാൻ നല്ല വരങ്ങൾ കൊടുത്താനതു കാലം വില്ലാളിയാൻ പാർത്ഥനെന്നിയെ മറ്റുള്ളവരെല്ലാരെയും ജയിക്കായി വരികെന്നുള്ള തള്ളലോട് ആർത്തങ്ങടുത്തു ജയദ്രഥൻ കള്ളമൊഴിഞ്ഞു പൊരുതാനതു നേരം. ഈ കൊട്ടീരെ യുദ്ധം കണ്ടിട്ട് സർവത്ര ജനങ്ങളിങ്ങനെ മേലോട്ട് കണ്ണു മിഴിച്ചു നിന്നുപോയി എന്നാന്ന് പറഞ്ഞു. അത്ര ഗംഭീരം. എന്തോറും ഇവൻ വിളിച്ചു പറഞ്ഞു ഈ ദുഷ്ടനായ ദുര്യോധനും അനിയനും കൊല്ലു. ഇപ്പം കുഞ്ഞ് പറയുന്നു ഈ ശല്യരനിയനെ അങ്ങ് കൊന്നു. ശല്യരനിയനെ കൊന്നിട്ടാകുമ്പോൾ ഇവർ വന്നത്. അന്നേരം പറയുന്നു നിന്നെ ഞാൻ അയക്കും വേണമെങ്കിൽ ശല്യൻ്റെ
ശല്യരുടെ അനുജൻ്റെ കൂടെ അയക്കും. പക്ഷേ എൻ്റെ വല്യച്ഛൻ കൊല്ലുന്ന പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് എനിക്ക് പിന്നെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് നീ പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, പാഞ്ചാലിയുടെ പിന്നെ തലമുട്ടി പിടിച്ചു വലിച്ചിട്ടില്ലേ, പൂഞ്ചായാൽ അഴിക്കാൻ നോക്കിയിട്ടേ, ഇങ്ങനെ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ജയദ്രഥൻ പറഞ്ഞു. ജയദ്രഥൻ പണ്ട് കാട്ടുന്ന പാഞ്ചാലിനെ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇവർ പിടിച്ചു കെട്ടി നേരെ നാണം കെട്ടിച്ചവൻ മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവൻ പറഞ്ഞു, വരം കൊടുത്തു, എന്തെന്ന്, അർജുനനാലല്ലാതെ വേറൊരാളാലും നീ മരിക്കൂലാന്ന്. ആ ഒരു അഹങ്കാരം കൊണ്ട് അവൻ വരുന്നു കുഞ്ഞിൻ്റെ നേരെ. പേടിച്ച കന്നിതു പാണ്ഡവ സൈന്യവും പേടിയൊഴിഞ്ഞു നിന്നാൻ അഭിമന്യുവും കെട്ടങ്ങു മണ്ടുന്ന നേരത്തു വൻപുള്ളരികൾ വളഞ്ഞാരവനെയും വ്യൂഹവും നന്നായി ഉറച്ചോരനന്തരമാഹവം എത്രയും ഘോരമായി വന്നിതു. ബാലനായുള്ള പാർത്ഥാത്മജൻ തന്നെയും ജാലച്ചുഴന്നു പോർ ചെയ്തു തുടങ്ങിന നാനാരഥികളോടും പൊരുത് അർജുനിതാനെ എടുത്താൻ അവർകളും മണ്ടുന്നതെന്തിനു നിങ്ങളെല്ലാവരും കണ്ടു നിന്നിടുവിനെന്നു ശല്യാത്മജൻ വന്നാനവനെ പടയോടുകൂടവേ കൊന്നാൻ. കുമാരനായുള്ള പാർത്ഥാത്മജൻ ചെന്നിതു ചാവാനവന്റെ പടയെല്ലാം ഒന്നൊഴിയാതെ കൊന്നാൻ. അഭിമന്യുവും ധാർത്തരാഷ്ട്രം ദുര്യോധനൻ താൻ അടുത്താർത്തു പോർ ചെയ്തിതു. പാർത്ഥാത്മജൻ താനും കൂർത്തുമുട്ടുള്ള ശരങ്ങൾ തൂകിയിടനാരാർത്തനായി ഒട്ടകന്നാൻ ദുര്യോധനൻ മറ്റുള്ളവരോട് ചൊന്നാൻ തെരുതരെ തെറ്റെന്നിവനെ വധിക്കുന്നു കേൾക്കയാൽ. ഉറ്റ ബന്ധുക്കളായുള്ള തേരാളികൾ ചുറ്റും ചുഴന്നു പോർ ചെയ്തു തുടങ്ങിനാർ. അറ്റമില്ലാതോളം അസ്ത്രശസ്ത്രങ്ങളും പറ്റലർ ഒന്നിച്ചു തൂക്കുന്നതു കണ്ടു കൗന്ദയെ സോനു സുഭദ്രാത്മചിന്താനും ഗാന്ധർവമസ്ത്രമേച്ചാനതു നേരം തന്മയിൽ ഒന്നും ഏൽക്കാതെ ചമഞ്ഞിതു സമ്മാനിച്ചാർ. അതു കണ്ടാശു കാണികൾ നോക്കിയ ദിക്കിലെല്ലാടവും നീക്കമഴിഞ്ഞ് അഭിമന്യുവിനെ കണ്ടു വൈരികൾ വിസ്മയപ്പെട്ടു വാങ്ങിയിടുന്നർ. വൈര്യം കലർന്നു സുഭദ്രാത്മചിന്താനും നന്നായി ഉണങ്ങി വരണ്ട വനങ്ങളിൽ ചെന്നുടൻ അഗ്നി പിടിപെട്ടതുപോലെ കൊന്നൊക്കെ ഒടുക്കുന്നത് കൊണ്ടു ചെന്നു. സുയോധനപുത്രനം ലക്ഷണം ചൊന്നാൻ. അതു കണ്ടഭിമന്യു കോപിച്ചു, നന്നായി കണ്ടതൊന്നില്ലൊന്നില്ലിന്നി നിന്നോട് താതന്റെ മുന്നിലിട്ടാശോ നിന്നെ യമപുരത്തിനയച്ചിടുവൻ എന്നത് കേട്ടു. ദുര്യോധനനന്ദൻ ഇന്ദ്രാത്മജസുതൻ തന്നെ എതിയിടിനാൻ ചൊന്നവണ്ണം തന്നെ ധാർത്തരാഷ്ട്രൻ മുമ്പിൽ കൊന്നു വീഴ്ത്തിയിടിനാൻ. ലക്ഷണൻ തന്നെയും ചത്തു മനസ്സു. ദുര്യോധനൻ തനിക്കെത്രയും അത്തൽ പൂണ്ടാൻ. അത് കാണുകയാൽ അർണവം പോലെ അലറിയ അഭിമന്യു തിണ്ണമ്പുരുതങ്ങടുക്കുന്നതു നേരം കണ്ണീലകപ്പെട്ട വൈരികളെ ഒക്കെ കണ്ണിമക്കുന്നതിന് മുമ്പേ ഒടുക്കിനാൻ. കർണൻ കൃതവർമ്മ ബൃഹൽബലൻ ധന്വാൻ ദ്രോണരും പുത്രനും എന്നിവർ 6 മഹാരഥന്മാരും ഒരുമിറ്റു വീറോടടുത്തു പൊരുതാരതു നേരം എല്ലാവരോടും തടുത്തു പോർ ചെയ്തുടൻ വില്ലാളി വീരൻ ബൃഹദ്ബലനെ കൊന്നാനായി വരും. പിന്നെ വിഷണ്ണരായ ആകുലായോ ശിവ എന്നകം നേടിനാൻ പാർത്ഥകതനേനും ഭാസ്കരപുത്രനും പേർത്തുമടുത്തു പോർ ചെയ്താർ. ഭയങ്കരം അമ്പുകൾ കൊണ്ടുകൊണ്ടങ്ങം പിളർക്കയാൽ ചെമ്പരത്തി പൂ പോലെ ശരീരവും വെൺപോടോ ചോരയാൽ മൂടി. ഇരുവരും മുമ്പരും കണ്ടു തെളിഞ്ഞതായോധനം കർണനുടെ പടനായകന്മാരുടൻ ചെന്നു പൊരുതാർ. 6 അവരെയും കൊന്നാനത് കണ്ടെടുത്തിതു. മാഗധൻ കൊന്നാനവനെയും അർജുനനന്ദൻ നിന്നിണ്ടൽ മുഴുത്തു. അതു കണ്ടരിവർഗവും മണ്ടിനാൽ പേടിച്ചൊരുത്തരൊഴിയാതെ വഞ്ചതിയുള്ള ശകുനിക്കനുജന്മാർ 5 പേർ തഞ്ചിനാരഞ്ചിയോടും വിധൗ. അദ്ദേഹത്തിൻ്റെ ഈ പൊന്നുമോൻ്റെ ആ യുദ്ധകൗശലം തന്നെ ഇതിലിപ്പോൾ അറിയാനുള്ള. എങ്ങനെയെന്ന് പറഞ്ഞാൽ നന്നായി ഉണങ്ങി വരണ്ടവനങ്ങൾ ഈ ഒരു മകരമാസം കുംഭമാസം ആകുമ്പോൾ ഈ പാറക്കെട്ടിലെ പുല്ലിന് തീ പിടിക്കൂലേ, അപ്പം അത് കത്തിരമരുന്നത് പോലെ ആ വനങ്ങളിൽ തീ പിടിക്കുന്നത് പോലെ ഈ കുട്ടി എന്നെ നോക്കുന്ന ദിക്കിലൊക്കെ അഭിമന്യുമായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാരാ 3-1 ഈ കൗരവന്മാരിൽ 3-1 കൊണ്ടു. 2 ഭാഗമേ ഇല്ലു ബാക്കി എന്നാണ് പറയുന്നത്. വഞ്ചതിയുള്ള ശകുനിക്കനുജന്മാർ 5 പേർ തഞ്ചിനാരഞ്ചിയോടും ഇതോ കർണാസുയോധന ദ്രോണ ഭോജാദികൾ കണ്ണുനിർ വാർത്തുടൻ തമ്മിൽ നോക്കിയിടാൻ. അപ്പോൾ അടുത്തഭിമന്യു തേർ വീതിയിൽ ഉൾപ്പൊക്കു കൊന്നൊക്കെ ഒടുക്കിനാൻ. ആചാര്യൻ അങ്കേശ്വരനോട് ചൊല്ലിനാൻ, ആശു നീ വില്ലു ചതിച്ചു മുറിക്കണം, നേരോടിവനെ പെറുതു ജയിപ്പതിനാരും കരുതായിക വില്ലു നീ കണ്ണിക്കൽ അർജുനനന്ദനെ കൊല ചെയ്വതിന് ജനത്തിനു പണിയില്ല. നിർണയം ദുഷ്ടന്മാർ പറയുന്നത് കേട്ടുവോ? ആചാര്യൻ എന്ന് പറയുന്നത് ഈ ദുഷ്ടൻ, ഈ ദ്രോണർ പറയുന്നു. ആരോട് പറയുന്നത്? ഈ കുഞ്ഞിൻ്റെ വല്യച്ഛനാന്ന് കർണൻ. ആ കർണനോട് പറയുന്നു, വില്ല് നീ ചതിച്ചിട്ട് മുറിക്കണം, നേരെയായിട്ട് മുറിക്കാൻ കഴിയില്ല. അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ നോക്കാം. അങ്ങനെ 5-6 പേരത്തിൽ 5-6 തരത്തിൽ യുദ്ധം ചെയ്തിട്ട് വേണം ഇവനെ കൊല്ലണമെന്ന്.
ദുർജനധർമ്മമിതെന്നു വരുന്നമ്മേ സജ്ജനൻ നിന്നിക്കുമില്ലൊരു സംശയം സജ്ജ ചാപായുധന്മാർ നിജ കീർത്തി കൊണ്ട് അർജുന വർണ്ണമാക്കേണം ജഗത്രേൻ ദിഗ്ജയം ചെയ്യലുമാമീം മഹാരണേ നിർജ്ജരലോകം ഗമിക്കലുമാം ആരുമേ വർജന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം ഗർജനം ചെയ്വോർ ദുഷിച്ചതു മൂലമായി കർണനും ധർമ്മം ഈ വണ്ണം ഓരോ തരം വർണ്ണിച്ചു ചൊന്നതാ കർണ്യാഗുരുവൻ കർണൻ പറയുന്നു അത് മഹാ അപരാധല്ലേ, തെറ്റല്ലേ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്ര ചെറിയൊരു കുട്ടിയോട് നമ്മൾ 5-6 പേര് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ചതിച്ചിട്ട് കൊല്ലല്ലോ, അതാർക്കും ബോധിക്കുന്നൊരു കാര്യമല്ല എന്നല്ല കാരണം പറയുന്നുണ്ട്. പിന്നൂടെ അന്നേരം പറയുന്നു പിന്നെ ഇദ്ദേഹം പോയിട്ട് പിന്നെ ശാപം ഖണ്ഡിച്ചു അരി. പിന്നോട് ചെന്നൊളി അമ്പേതു ചാപവും ഖണ്ഡിച്ചത് അശ്വങ്ങൾ കൊന്നിത് ആചാര്യനും സൂതനെ കൊന്നു കൃപരും അതു നേരം ആതിഥേയാധിപുത്ര അതനേനും വാളും പരിചയം കൈക്കൊണ്ടതു നേരം ചീളന്നു പൊങ്ങിനാൻ ആകാശവീഥിയിൽ വെട്ടുകൾ കൊണ്ടതു നേരം മരികക്കു തട്ടുകേരുണ്ടായതു പറവാൻ പണി. ഒരൊറ്റ പൊങ്കല് മേലോട്ട് ആകാശത്തിലേക്ക് അങ്ങ് പൊങ്ങി അവിടുന്നായി പിന്നെ വാളുകൊണ്ട് സർവത്രണത്തിനെയും താളരിയുന്നത് പോലെ അരിഞ്ഞിട്ടു. മേൽപോട്ടു നോക്കി നാരെന്തു ഗതിയെന്നു ഭയപ്പെട്ടു നിന്നതു കൗരവ സൈന്യവും വാളും പരിചയം എയ്തു ഖണ്ഡിച്ചതു ബാണങ്ങൾ കൊണ്ടു ഗുരുവും അങ്കേശനും പാർത്ഥാത്മജൻ പടക്കൂട്ടത്തിൽ അന്നേരം ആർത്തെടുത്തിടിനാൽ ആയുധം കൂടാതെ ഒരു ആയുധമില്ല കുട്ടിക്ക്, ആയുധമൊന്നുമില്ലാതെ അങ്ങ് ആർത്തിട്ടങ്ങ് കയറി ഇവരെ കൂട്ടത്തിലേക്ക്. ചക്രാത്മിച്ച സുതൻ വിക്രമം കൈക്കൊണ്ട് ചക്രവും ധ്യാനിച്ചടുക്കുന്നത് നേരം ചക്രായുധൻ തന്നെ ഉപദേശമായ ഒരു ചക്രം തിരിഞ്ഞടുക്കുന്നതു കാണായി വിത്രസ്തരായ വർഗമകന്ന പോലാസ്ത്രജ്ഞനായ ഗുരുവേതു ഖണ്ഡിച്ചാൻ പിന്നെ ഒരു കഥ കൈക്കൊണ്ട് അഭിമന്യു കൊന്നാൻ. ഗജതുരകാദികൾ തമ്മിയും തച്ചു തകർത്തു പൊടിച്ചു രഥങ്ങളും അച്യുതൻ തന്റെ മരുമകനായവൻ. എൻ്റെ അടുത്ത് ഭഗവാന്റെ ചക്രവും വന്ന് കിട്ടി, അതിനെ കൊണ്ടും കുറേ എണ്ണത്തിനെ കൊന്നു, എല്ലാം തച്ചു പൊടിച്ചു. ഗാന്ധാരനെ തച്ചു കൊന്നൊടുക്കിണയാൻ താൻ തനിക്കൊത്തതിക്കിനു മണ്ടിനൻ ദുശാസന സുതനായ ഭരതനും വിശ്വൈക വീരനോടെ ഇതടുത്തിയിടിനാൻ മാരിനേരായ ശരങ്ങൾ വരുന്നവ നേരെ ഗത കൊണ്ട് തട്ടി തകർത്തവൻ പാഞ്ഞെടുത്തൊന്നടിച്ചാൻ അവൻ തേരുമങ്ങാഞ്ഞു പിടിച്ചു ഗത കൊണ്ടടിച്ചുടനൊക്കെ തകർത്തു പൊടിച്ചാൻ ഭരതനും ഉക്കരുത്തോട് കൈക്കൊണ്ടാനൊരു കഥ തങ്ങളിൽ പിന്നെ ഗത കൊണ്ടു ചെയ്ത പോരെങ്ങനെയെന്ന് പറവാൻ പണി പാരമ്പരപ്പിൽ പറയുന്നത് എന്തിനു പോരിൽ മരിച്ചാരിരുവേർ കുമാരരും ഹാ ശിവ എന്നു മഹാജനും ഹാ ഹരി എന്നു രച്ചിടിനാൻ. ശൂരനായുള്ള കുമാരൻ അഭിമന്യു പോരിൽ മരിച്ചത് കേട്ടു യുധിഷ്ഠിരൻ പാരിൽ മരാമരം വീണ പോലെ തഥാ പാരമൾ കൊണ്ടു മോഹിച്ചു വീണവൻ. പിന്നെ ഉണർന്നു വിലാപം തുടങ്ങിനാൻ. ഉണ്ണി ചതിച്ചോ കുമാര മനോഹര എന്നോട് ചൊൽ കേട്ടുപോയി മരിച്ചോരു നിന്നെ ഞാൻ എന്നിനെ കാണുന്നു നന്ദന. അങ്ങനെ ഒരു 100 ആള് ചെയ്യേണ്ട യുദ്ധം ഈ ഒരു കുട്ടി ചെയ്തു. അത്രയും ആൾക്കാരെ കൊന്നു, ആകാശത്ത് പറഞ്ഞിട്ടും അല്ലാതെ എന്ന് പറഞ്ഞ പോലെ യുദ്ധം ചെയ്തപ്പോൾ ഈ എന്താ പറയുക ദുശാസനൻ്റെ മകൻ വന്നു. ദുശാസൻ്റെ മകനും ഈ പിന്നെ അഭിമന്യും കൂടി യുദ്ധം ചെയ്തു. അപ്പം എല്ലാം മറ്റേവരെല്ലാം തകർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ ഇദ്ദേഹം വീണിട്ട് കാര്യം നന്ദിനി വീണിട്ട് കഴിയുന്ന ഇത്ര ചെറിയ കുട്ടീനെ പറഞ്ഞേക്കാൻ പാടുണ്ടായിരുന്നു. അർജുനനോടും മുകുന്ദനോടും പുനരുജ്ജനമെന്തോ പറയുന്നത് ഈശ്വര രാജവും വേണ്ട മതിമതി യുദ്ധവും പൂജനാമീശനെ സേവിക്ക വേണ്ടതും ധം പറഞ്ഞു കരയുന്ന ധർമ്മരഞ്ജിത്ത ശോകം കളഞ്ഞിടുവാനായിക്കൊണ്ട് സത്യവതി സുതനായ മുനീശ്വരൻ സത്യവ്രതനുടെ മുമ്പിലെഴുന്നള്ളി ധർമ്മജനാചാരവും ചെയ്തു നിന്നെതു തന്മനോ ദുഃഖം കളവാൻ മുനീശ്വരൻ അധ്യാത്മവാക്കോ ചൊന്നോരന്തരം ചിത്തം തെളിവാൻ ഇതിഹാസവും ചൊന്നാൻ. സഞ്ജയോപാഖ്യാനം. പണ്ടു മഹീപതിയാകിയ സൃഞ്ജയനുണ്ടായതു സുതനെത്രയും ആദര നാരദൻ തന്റെ വരപ്രസാദത്തിനാൽ ചാരുകുമാരനായുള്ളവൻ തന്നുടെ മൂത്രപുരീഷങ്ങൾ പോലെ കനകമായ അവസ്ഥ കലർന്നു മരുവുന്നതുകാലം ദുഷ്ടർ വധിച്ചാരടവിയിൽ നിന്നതി കഷ്ടം മഹീപതിക്കുണ്ടായി ദുഃഖവും. സൃഞ്ജയൻ തന്നുടെ ശോകം കളവതിനഞ്ഞു സാ നാരദൻ താനും എഴുന്നള്ളി കേൾക്ക മഹീപതേ ദുഃഖം കളക നീ ചാക്കില്ല യാദവരാരും ഇല്ലോർക്കെടോ പുഷ്കല്ലധാതാവ് നിർമ്മിച്ച മൃത്യുവിൻ പോക്കലകപ്പെടുമേവരും നിർണയം. പണ്ടു പല ഗുണമുണ്ടായവന്നവരുണ്ടായതു 16 പേരൊഴിയിൽ അന്തകൻ തന്നെയും വെല്ലുവറുകളും അന്തരമെന്നീ മരിച്ചാരറിക നീ മുമ്പിൽ വരുത്തൻ സുഹോത്രനും അങ്കനും
വൻപനൗഷീണരൻ രാമൻ തിരുവടി നല്ല ഭഗീരഥൻ താനും ദിലീപനും മാന്താതാവോടു യയാതി മുജുകുന്ദൻ അംബരീഷൻ ശശബിന്ദു മഹീപതി അന്തിനാരൻ ഭരതൻ പൃഥു ഭാർഗവൻ അന്തമില്ലാത പുകഴുള്ള മന്നവരെന്തഹോ ചെയ്തതെന്നോർക്കടോ സൃഞ്ജയാ നാരദനേവം പറഞ്ഞു മറഞ്ഞു പോതാറി മഹീപതി തന്നുടെ ദുഃഖവും നീയും കളകഴൽ ധർമ്മജ നിർമ്മല നീ അറിയാതവയില്ലെന്നു നിർണയം എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി മന്നന് ശോകവുമൊട്ടു കുറഞ്ഞതായി ദേവകീ ദേവി തിരുമകൻ താനുമായ ദേവരാജാത്മജൻ വൈരികളെ വെന്നു വേഗേന സായാഹ്ന നേരത്തുടൻ ഞാൻ പോകെന്നു ചൊല്ലിത്തിരിച്ചാനതു നേരം കണ്ടവർ മണ്ടുന്നതു കണ്ടും കണ്ണു ശൗനപ്പിഴകളതുകൊണ്ടും മിണ്ടലകതാരിലുണ്ടായതുകൊണ്ടും കൊണ്ടൽ നിർവർണ്ണനോട് ഇങ്ങനെ ചൊല്ലിനാനങ്ങു വലിയൊരു നാശം പിണഞ്ഞിതു മംഗലമൂർത്തേ മധുരിപോ മാധവ എല്ലാം അറിഞ്ഞിരിക്കുന്നവല്ലാരിയും മെല്ലവേ ചൊല്ലിനാനല്ലോടും തഥാ നാശങ്ങളുണ്ടാം രണത്തിങ്കലെങ്കിലും നാശം നൃപനേതുമില്ലെന്നു നിർണയം യുദ്ധമന്യോന്യം പറഞ്ഞു വിഷാദിച്ചു സത്വരം കൈനിലവുക്കോരനന്തരം വൃത്രാരിപുത്രനോ പുത്രൻ മരിച്ചോരു വൃത്താന്തമത്യാകുലത്തോട് കേട്ടവോ ദുർത്താരിലുണ്ടായ ദുഃഖം പരവതി ഇനി ത്രിലോകത്തിങ്കലാർക്കും ആ മെല്ലടോ മോഹിച്ചു ഭൂമിയിൽ വീണു കിരീടിയും മോഹയുഗനാശകനാകിയ കൃഷ്ണനും സ്നേഹപരവശനായ അവൻ തന്നുടെ ദേഹമെടുത്തു മുറുകെത്തഴുകിനാൻ കേഴുന്നിതു ചിലർ ബന്ധുക്കളാകുല വീഴുന്നിതു ചിലരോടുന്നിതു ചിലർ തങ്ങളെ താടിച്ചു മോഹിച്ചിതു ചിലരിങ്ങനെ സർവരും കേഴുന്നതു നേരം കണ്ണുമിഴിച്ചു തിരുമുഖവും നോക്കി വിണ്ണവർ കൊന്മകൻ കേണു തുടങ്ങിനാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സങ്കടം കണ്ടിട്ട് ആരുടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ സങ്കടം കണ്ടിട്ട് പിന്നെ ആര് വന്നത്, ഈ വേദവ്യാസ മഹർഷി വന്നിട്ട് പറഞ്ഞു കുറേ കാര്യങ്ങൾ ജനിച്ചാൽ മരിക്കൂല, ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുമ്പം പിന്നെ എൻ്റെ അടുത്ത് നല്ല ഇതിഹാസമെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് സൃഞ്ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ മലമൂത്ര വിസർജനവും കൂടി സ്വർണത്തിൻ്റെ ആയിരുന്നു. അങ്ങനെയല്ലേ അദ്ദേഹം മരിച്ചുപോയിനി, എന്നിട്ട് എത്ര അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പം യുദ്ധമെല്ലാം മതിയാക്കിയിട്ടാകുമ്പോൾ അർജുനനും ഭഗവാനും വരുന്നു. അപ്പം എന്തല്ലോ കാണുന്ന അപശകുനം. അന്നേരം പറയുന്നു, ഭഗവാനെ അങ്ങ് വലിയൊരു നാശം പിണഞ്ഞിതു മംഗലമൂർത്തേ മധുരിപ്പോ മാധവ എന്ന് പറയുന്നു അർജുനൻ. അപ്പം ഭഗവാൻ പറയുന്നു, എല്ലാം അറിയുന്ന ആളല്ലേ. എന്നിട്ട് പറയുന്നു, നാശം ഉണ്ടാവില്ലടോ രണത്തിൽ യുദ്ധത്തിൽ, എന്നാലും അങ്ങയുടെ നമ്മുടെ ഏട്ടന് ഒന്നും പറ്റിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വന്ന് ഇതിനകത്ത് കയറുമ്പോഴത്തേക്കോ ഒന്നും പറയണ്ട, കൈനിലയിലെത്തുമ്പോഴത്തേക്ക് ഇവിടെ കോലാഹലം തന്നെ. അപ്പം ബോധം കെട്ട് പോണു ഈ അർജുനൻ. അപ്പം ഭഗവാൻ എടുത്തിട്ട് മാറോട് അണച്ചു പിടിച്ചിട്ട് വെള്ളം തളിച്ചു എല്ലാം ആക്കി. എന്നിട്ട് കണ്ണു മിഴിച്ചു തിരുമുഖവും നോക്കി വിണ്ണവർ കൊന്മകൻ കേണു തുടങ്ങിനാൻ. അയ്യോ മകനെ കുമാരാ, ചതിച്ചതോ നീ എന്നെ ഇങ്ങനെയാക്കി ചമച്ചതോ. സൂര്യസമാന സുകുമാര സുന്ദരാശൂര സുഭദ്രാത്മജ മമ നന്ദന. ഹാഹാ പൊറുക്കുന്നതെങ്ങനെ നിന്നോട് ദേഹം കൺകൊണ്ടു കാണാതെ ഞാനിനി ഹാഹാ മറപ്പതെന്നു ഞാൻ പൈതലേ. ഹാഹാ വൃഥാഫലമായതെപ്പേരുമേ. വേണ്ടിയില്ല എനിക്കിനി യുദ്ധവും രാജ്യവും, വേണ്ടിയില്ല ഭൂമിയിൽ വാഴുകയും ഇന്ന് ഞാൻ പ്രാണൻ കളയുന്നതുണ്ടെന്ന് ഫൽഗുനൻ വീണു മുറയിടുന്നേരത്തു കൃഷ്ണനും മൂഢരെ പോലെ. ചമയുന്നതെന്തു നീ തേടലാജാബല്യമേതുമേ മന്നവാ യുദ്ധത്തിൽ മുന്നോക്കി വേഗാലടുത്തത് ശക്തിയേറിയിടുന്ന ശത്രുക്കളെ കൊന്നു വീരപുരുഷനായുള്ളതവ ആത്മജൻ വീരസ്വർഗം പുക്കാൻ എന്നറിഞ്ഞിടു നീ. നിന്നോട് തന്നെ ഞാൻ ചൊന്നൂരുപദേശമിന്നു ജലരേഖയായിതോ ഫൽഗുന ജാതനായാൽ മൃതനാമൃതനായവൻ. ജാതനാമിങ്ങനെ ജന്തുധർമ്മം പുരാജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു മാനവർ പൂർണ്ണശോഭങ്ങളാം വസ്ത്രങ്ങൾ കൊള്ളുവോർ ജീർണദേഹം കളഞ്ഞവണ്ണം ദേഹികൾ പൂർണ്ണശോഭങ്ങളാം ദേഹങ്ങളെ കൊള്ളും രാജധർമ്മങ്ങൾ നിരൂപിക്കലിന്നതിവ്യാജേന പങ്കജ വ്യൂഹത്തിലായൊരു ബാലനെ 5-6 പേർ കൂടൊരുമിച്ചു കാലപുരത്തിനയപ്പാനവകാശം. അന്തകപൈരിവരപ്രസാദത്തിനാൽ സിന്ധൂപതിയാം നൃപനല്ലോ കാരണം. പെണ്ണുങ്ങളെപ്പോലെ ദുഃഖിച്ചിരിയാതെ തിണ്ണമടുത്തു ജയദ്രസന്ധനുടെ കണ്ഠം മുറിപ്പതു തക്കതിഞ്ഞെന്നു കൊണ്ടനീർ വർണ്ണനരുൾ ചെയ്ത് അനന്തരം അടുത്ത് ഇങ്ങനെ മാറത്ത് അടുപ്പിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് അർജുന, ജനിച്ചാൽ മരിക്കുന്നു, അങ്ങനെ മരണമില്ലാത്തവരില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്. ഇനി ഇതിനെല്ലാം
കാരണം ആ ജയദ്രഥനാണ്. ഇനി ഓനെ കൊല്ലുന്ന വട്ടം നോക്കാന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് ചാരു നയനങ്ങ ചോങ്ങി മറിഞ്ഞിതു ഘോരാപുരികം ഞെളിഞ്ഞു വളഞ്ഞിതു ഭാരം വിറച്ചു ചമഞ്ഞു തിരുവുടൽ ശൂരനായുള്ള കിരീടി കിരീടവും സൂര്യപ്രഭമായിരിഞ്ഞിളകീതുലം നിർജ്ജരനായക നന്ദനാകിയോരർജുന തന്നെ ഖേദകോപങ്ങളാൽ ഉജ്ജ്വലിച്ചുള്ളൊരു തേജസ്സു കാണുകയാൽ സജ്വരന്മാരായി ചമഞ്ഞിതു ലോകവും നാനാജനങ്ങളും കേൾക്കുമാർ അർജുനൻ മാനമോടേവം പ്രതിജ്ഞ ചെയ്തിടിനൻ. സത്യം ഇതെല്ലാവരും കേൾപ്പിനെങ്കിലോ ചിത്തത്തിൽ മേയുന്ന കൃഷ്ണൻ തിരുവടി പുൽത്താരടിയണയാണ്. പൊളിയല്ല സത്യവ്രതനാകും അഗ്രജൻ തന്നാണ് നിത്യനാം കേശവൻ തന്നാണ് നിർണയം. എത്രയും ശത്രുവായുള്ള സുയോധനൻ അത്യന്തം ആശ്രയനായ ജയദ്രഥൻ പുത്രനെ കൊല്ലുവാൻ കാരണമാകിയാൽ മിത്രൻ ഉദിക്കുന്നതാകിലോ നാളെ ഞാൻ അസ്തമിക്കുന്നതിന് മുമ്പേ അവൻ തല പത്രി കൊണ്ടെയ്തു മുറിക്കുന്നതുണ്ടെന്ന് ഉണ്ടല്ലോ ഗാഠം. അതിനെത്താകിലേതുമേ സംശയം കൂടാതെ ഗാഠമായുള്ള ഒരു വില്ലുമായി അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടെന്നു നിർണയം. മിഥം പ്രതിജ്ഞയും ചെയ്തു പാർത്ഥൻ പിതൃദത്തമാം ശംഖമെടുത്തു വിളിച്ചിതു. ചാഞ്ചല്യമില്ലാത്ത ദേവകീപുത്രനും പാഞ്ചജന്യത്തെ വിളിച്ചരുളിയിടിനാൻ. ശംഖനാദങ്ങളും വാദ്യഘോഷങ്ങളും ശംഖ വെടിഞ്ഞുള്ള സിംഹനാദങ്ങളും കേട്ടുകുലുങ്ങി ജഗത്രേമം നേരം വാട്ടം കളഞ്ഞിതോ പാണ്ഡവസേനയും. പാർത്ഥിവരാർത്തതും വാദ്യഘോഷങ്ങളും പാർത്ഥൻ പ്രതിജ്ഞ ചെയ്താനെന്ന വാർത്തയും മാർത്തീവരുമാറ് കേട്ടു. ജയദ്രഥൻ ചേർത്ത വിഷാദമോടെ പറഞ്ഞിടിനാൻ. ആ കണ്ണുകളെല്ലാം അങ്ങ് ചോന്നു വരച്ചു. ഞാൻ നാളെ സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പ് അവൻ്റെ തല ഞാൻ അറുക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വില്ലും കൊണ്ട് അഗ്നിയിൽ, അതാണ് എപ്പോഴും ചെയ്യുന്ന സത്യം. ഗാഠമായുള്ള ഒരു വില്ലും കൊണ്ട് ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. ശംഖ് അച്ഛൻ കൊടുത്ത ശംഖ് എടുത്തിട്ട് കൂതി. ദേവദത്തം, അതാണ് ദേവദത്തം, ദൈവം കൊടുത്തതല്ലേ. അപ്പം ഭഗവാന്റെ പാഞ്ചജന്യടുത്ത് ഭഗവാനും വിളിച്ചു. ഒച്ചപ്പാടും ബഹളവും കേട്ട് മറ്റവന് പേടിയായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. നാളെ ഏതായാലും അവൻ അർജുനെ കൊല്ലണം, അറിയില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും കൊല്ലിക്കും ഭഗവാൻ. ഇന്നിപ്പോൾ നമ്മൾ ഇതുവരെ പാരായണം ചെയ്തതും അനുസ്മരിച്ചതും ഒക്കെ ആ പൊന്നു തമ്പുരാൻ്റെ തൃപ്പാദ പത്മത്തിൽ വെച്ച് നമുക്ക് ബാക്കി ആവും പോലെ നാളെ നോക്കാമെന്ന് വിചാരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.